ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ തീയൽ ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചട്ടിയിൽ. അപ്പോൾ എന്ത് തീയലാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട് പയറും പാവയ്ക്കാണെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പയർ പാവയ്ക്ക തീയൽ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പിടി നമ്മളിതുപോലെ എടുക്കുമ്പോൾ ഒരു പിടി അച്ചിങ്ങ അല്ലെങ്കിൽ വള്ളിപ്പയർ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1.25 കപ്പ് തേങ്ങ ചിരവിയതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി വേണം, പച്ചമുളക്, വേപ്പില, ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പയറും അതുപോലെ തന്നെ പാവയ്ക്കയും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ രണ്ടും ഒരുമിച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മുടെ പാവയ്ക്കയും പയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പയർ ഇതാ ഈ ഒരു നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ പയർ മെഴുക്ക് പുരട്ടിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ പാവയ്ക്ക ഇതുപോലെ ചെറിയൊരു തിക്നെസ്സിൽ ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാൻ കഴുകിയിട്ടാണ് പാവയ്ക്കയും പയറും കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ഞാനപ്പോൾ ഒരു ചട്ടിയിൽ 1.25 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയും പയറും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരുപാട് എരിവുള്ള പച്ചമുളകല്ല കേട്ടോ, ചെറിയ എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 മതി. 4-5 ഇതൾ കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതുപോലൊരു 6-7 ഉള്ളി ചേർക്കുന്നുണ്ട്. ഉള്ളി ഞാൻ മുഴുവനെയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ കുക്കായി വന്നോളും. ഉള്ളിക്ക് പകരം സവോള വേണമെങ്കിലും ചേർക്കാം. ഒരു സവോളയുടെ 1/4 ഭാഗം നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർക്കാം. പക്ഷേ ഇതുപോലെ ഉള്ളി ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് പാവയ്ക്കും പയറിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ വറുത്തെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. പാവയ്ക്കയും പയറും ഈ ഒരു വെള്ളത്തിൽ തന്നെ കുക്കായി വന്നോളൂ. നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഞാൻ എടുക്കുന്ന അളവിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വെള്ളത്തിൻ്റെ അളവ് പറയുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഷ്ണങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് അടിഭാഗത്ത് നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കുക. കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ തൊട്ട് അടിഭാഗത്ത് നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കുക. അപ്പോൾ നമുക്കിനി തേങ്ങ വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിപ്പോൾ അടുത്ത ചട്ടി വെച്ചിട്ടുണ്ട് തേങ്ങ വറുക്കാനായിട്ട്. മൺചട്ടിയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാനിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലോ ഒക്കെ തേങ്ങ വറുത്തെടുക്കുക. ഞാനിപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചട്ടിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2-3 ഇതൾ മതി കറിവേപ്പില, അധികം വേണ്ട. 2 ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ ക്യൂമിൻ സീഡ്സ്, ഇത്രയും ചേർത്തിട്ട് തേങ്ങയുടെ കളർ മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, മൺചട്ടി ആയതുകൊണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മുഴുവൻ മല്ലിയും മുളകും ഒക്കെയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. 1.25 ടേബിൾ സ്പൂൺ മല്ലിയും ഒരു 5 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ എരിവനുസരിച്ച് വറ്റൽമുളകിൻ്റെ എണ്ണം തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ പറയാം എപ്പോഴാണ് ചേർക്കുക എന്നുള്ളത്. ഇനി നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചു, മൺചട്ടിയാണ് അതുകൊണ്ട് വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ നടുക്കൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഇവിടെയാണ് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ തേങ്ങ നടുഭാഗത്തുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1.5 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ വറുത്തത് ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്, ഏറ്റവും ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തേങ്ങ വറുത്ത് കൊടുത്തിരുന്നത്. ഇത്രയും സമയം തേങ്ങ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികൾ കുക്കായി വന്നോളും. ഇപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ പൊടികൾ ചേർത്താൽ മതി. അപ്പോൾ ആ ചട്ടിയുടെ ചൂടിൽ കറക്റ്റ് ആയിക്കോളും, പൊടികളുടെ കുക്കിംഗ് ടൈമൊക്കെ കറക്റ്റ് ആവും, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഇതിവിടെ ഇരുന്ന് ചൂടൊക്കെ കംപ്ലീറ്റ് മാറി കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഞാനൊരു ഇളം ചൂടിലാണ് അരച്ചെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വെള്ളം ചേർക്കാതെ അരയ്ക്കുമ്പോൾ ഇളം ചൂടിൽ അരച്ചാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. വെള്ളം ചേർക്കാതെ അരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ തീയൽ കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും, ആ ഒരു എണ്ണ തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യട്ടെ.
ഇനിയിപ്പോൾ നമ്മുടെ പൊടികളൊക്കെ കുക്കായി കഴിഞ്ഞു. ഇനി നമുക്ക് ചൂട് മാറിയിട്ട് അരച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പയറും പാവയ്ക്കയും കുക്കായും വരട്ടെ. നമ്മുടെ പാവയ്ക്കയും പയറും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, ഇത് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ചേർത്തിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ പുളി ഒന്ന് തിളച്ച് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ഒന്ന് പിടിച്ചു വരുമ്പോൾ, ഒരുപാട് ഗ്രേവി നമ്മൾ ചേർത്തിട്ടില്ല, അധികം വെള്ളം വയ്ക്കാതെയാണല്ലോ കുക്ക് ചെയ്തത്, അതുകൊണ്ട് തന്നെ അധികം ഗ്രേവി ഇല്ല. ഇനി നമുക്കിതൊന്ന് തിളച്ച് ഈ കഷ്ണങ്ങളിലേക്ക് പിടിച്ചു വരുന്നത് വരെ വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നേ ഉള്ളൂ. പുളി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് പുളി ചേർത്തുന്നേ ഉള്ളൂ. പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം അളവിൽ. പിന്നെ നമ്മൾ കറി റെഡിയാക്കി കഴിയുമ്പോൾ പുളി കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോഴും പുളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് തിളച്ച് റെഡിയായി വരട്ടെ. അപ്പോൾ നമ്മുടെ പാവയ്ക്കയിലേക്ക് നമ്മുടെ പുളിയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പെന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഞാനിതുപോലെ പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണ തെളിയുന്നത് വരെ കുറേ സമയം ഞാൻ അരച്ചെടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ എണ്ണ ചേർത്തിട്ട് തേങ്ങ വറുത്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ കുറച്ചധികം സമയം അരയ്ക്കേണ്ടി വരും. ഞാനപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇതുപോലെ എടുത്തിട്ടുള്ളത്. പൊടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അരപ്പ് അരഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. അരപ്പൊക്കെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം കറിക്ക് എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാവയ്ക്കയിൽ വെള്ളം ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ 3/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് വല്ലാതെ കുറയും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർക്കണം. അപ്പോൾ ആദ്യം 1/4 കപ്പ് വെള്ളത്തിലാണ് വേവിച്ചത്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നമ്മുടെ വാളൻപുളി പിഴിഞ്ഞ് ചേർത്തു. ഇനി നമുക്കിതിലേക്ക് ടോട്ടലായിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ 3/4 കപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും 1/4 കപ്പ് ചേർത്തു. ഇനി ഒരു 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുവരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ തിളയ്ക്കാൻ വിടണം. നന്നായിട്ട് തിളച്ച് അരപ്പൊക്കെ ഒന്ന് കുക്കായി, അരപ്പ് കുക്കായതാണ് ഓൾറെഡി, എങ്കിലും ആ വെള്ളം ചേർത്തതിൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. ഇതിനിടയിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് എല്ലാ തീയലിലും നമ്മൾ ചേർക്കാറുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും ചേർത്തേ പറ്റുള്ളൂ, അപ്പോഴേ പെർഫെക്റ്റ് ആവുള്ളൂ. നമ്മുടെ ശർക്കര, ചെറിയൊരളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. ചെറിയൊരളവിൽ മതി കേട്ടോ, ഞാനിപ്പോൾ എടുത്തെങ്കിലും ഇത് മുഴുവൻ ചേർക്കുന്നില്ല. ഇനി ശർക്കരയും കൂടി ചേർന്ന് നന്നായിട്ട് മെൽറ്റായി വരട്ടെ. അതിനുശേഷം നമുക്ക് പുളിയും ഉപ്പും ഒക്കെ ചെക്ക് ചെയ്യണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പുളി കുറവാണെങ്കിൽ വീണ്ടും പുളി ആഡ് ചെയ്ത് കൊടുക്കണം, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എരിവ് കുറവാണെങ്കിൽ നമുക്കിനി 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. നമ്മളിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് അരയ്ക്കാൻ ചേർത്തത്. പിന്നെ 2 പച്ചമുളകും നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എരിവുണ്ടാവും. പിന്നെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. എരിവ് കുറവാണെങ്കിൽ മാത്രം പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് അടുത്ത ബർണറിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റോളം തിളപ്പിക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വറവിടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ കുറച്ച് ഉപ്പും കുറച്ചുകൂടി ശർക്കരയും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഉപ്പ് കുറവായിരുന്നു, കുറച്ചുകൂടി ശർക്കരയും ചേർത്ത് കൊടുത്തു, ആ മധുരം ഒന്ന് കറക്റ്റ് ആവാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് വറവിടാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ വറവിടണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മളൊരു 4-5 ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ വറ്റൽമുളക് അടുപ്പിച്ച് വയ്ക്കുക, കറിവേപ്പിലയൊക്കെ അടുപ്പിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ച് വരുമ്പോൾ, കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും കേട്ടോ. അപ്പോൾ അതിങ്ങനെ തിളയ്ക്കാൻ വിടുക. ഒരു 5 മിനിറ്റോളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണെങ്കിലും വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ ഒരുപാട് സമയം തിളയ്ക്കില്ല, കുറച്ച് സമയം തിളയ്ക്കുള്ളൂ. ഈ 2 ചട്ടികളെ അപേക്ഷിച്ച് കുറച്ച് സമയം തിളയ്ക്കുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ എത്ര സമയം തിളപ്പിക്കുക എന്നുള്ളത് പ്ലാൻ ചെയ്യാം. ഞാനപ്പോൾ ഒരുപാട് ഗ്രേവിയുള്ള രീതിയിലല്ല, ഒരുപാട് കുറുകിയിരിക്കുന്ന രീതിയിലല്ല കറി ചെയ്യുന്നത്, ഒരു മീഡിയം ഗ്രേവിയുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറവ് ഇടുമ്പോഴും ഉലുവ ചേർക്കണം. അതുപോലെ തന്നെ
നമ്മുടെ തേങ്ങ വറുത്തരയ്ക്കുമ്പോഴും ഉലുവ ചേർക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീയലിന് ഉലുവ ചേർത്താലേ വറവിട്ടാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തേങ്ങ വറുക്കുമ്പോഴും ആ ഒരു ഉലുവയുടെ ഫ്ലേവർ ഉണ്ടെങ്കിൽ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പാവയ്ക്ക തീയലല്ലേ, കയ്പ്പ് കൂടില്ലെന്ന്. കയ്പ്പൊന്നും കൂടില്ല കേട്ടോ, അതൊന്നും കുഴപ്പമുണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഉലുവയും കൂടി ഒന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ധാരാളമായിട്ട് തന്നെ ചേർത്തോളൂ, നല്ല ടേസ്റ്റാണ് കറിവേപ്പില കൂടുതൽ ചേർക്കുമ്പോൾ. ഇനി നമുക്ക് വറ്റൽമുളക് ചേർക്കാം. ഞാനൊരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഈ വറ്റൽമുളകും കൂടി ചേർത്ത് ഉള്ളിയുടെ കളറ് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ എരിവ് കുറവാണെങ്കിൽ ചേർക്കാൻ പറ്റിയൊരു എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ, എരിവ് കൂട്ടാൻ പറ്റിയൊരു എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വറവിടുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് വറവിട്ടെടുക്കുക. എരിവ് കുറവാണെങ്കിൽ മാത്രം. അപ്പോൾ മുളക് പൊടി കറക്റ്റായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും. നമ്മുടെ കറിക്ക് ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവുമില്ല. പച്ചമുളക് ചേർത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഇതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി കുക്കായി വരുന്നത് വരെ ഞാൻ ഇളക്കി കൊടുക്കട്ടെ. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആവണ്ട, ചെറുതായിട്ട് കളർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇന്ന് ഇത്ര വലിയ പാൻ വെച്ചിട്ട് വറവിടുന്നത്, ചെറിയ പാൻ വെച്ചാൽ പോരി എന്നുള്ളത്. എനിക്കിത് കഴിഞ്ഞിട്ട് പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ളതാണ്, നമ്മുടെ ചെറുപയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു പാനിൽ തന്നെ കാര്യങ്ങളെല്ലാം തീർക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ പാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വറവിട്ട് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഈ പാനിൽ തന്നെ ചെറുപയർ മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കാം. പിന്നെ ചോറിൻ്റെ കറികൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഇതുപോലൊരു തീയൽ, ഈ പാവയ്ക്കയും പയറും ചേർത്തിട്ടുള്ള തീയൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. പാവയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തീയലാണ് കേട്ടോ. 2 വെജിറ്റബിൾസൊക്കെ ചേർത്ത് നമ്മൾ തീയൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഗ്രേവി തിളച്ചത് മതി എന്ന് വിചാരിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ വറവ് നമ്മുടെ തീയലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ തീയൽ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ വറവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, ആ ഉലുവയുടെ വറവിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ചൂട് കംപ്ലീറ്റ് മാറിക്കഴിയുമ്പോൾ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. വേറെ പരിപാടി ഒന്നുമില്ല ഇതിൽ, എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റൊക്കെ നല്ല പെർഫെക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുമല്ലോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതുണ്ടോ, ഇപ്പോൾ തിളയൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇനി ഒരു 5 മിനിറ്റും കൂടെ തിളയ്ക്കൂട്ടോ അതുപോലെ ഇരുന്നിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോയില്ലല്ലോ.